പ്രതീക്ഷകളെയൊക്കെ മാറ്റിക്കൊണ്ട് ഷാഫി പറമ്പിലിന്റെ ഒരു പ്രതികരണമാണ് ഇല്ലെങ്കിൽ തീരുമാനത്തെക്കുറിച്ചാണ് നമുക്ക് വാർത്ത വരുന്നത്. വടകരയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ഷാഫി പറമ്പിലിന് അതൃപ്തിയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വടകരയിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് ഷാഫി നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ നേരത്തെ തന്നെ കെ മുരളീധരൻ മത്സരിക്കും എന്ന രീതിയിൽ പോസ്റ്ററുകളും പ്രചാരണവും കോൺഗ്രസ് തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ മണ്ഡലം മാറ്റത്തിൽ ഷാഫി പറമ്പിലിന് വലിയ അതൃപ്തിയുണ്ടെന്നാണ് അറിയുന്നത്. വടകരയിലേക്ക് മാറാൻ താല്പര്യമില്ല എന്നതാണ് അറിയുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം ഇവിടെ നിയമസഭയിൽ മത്സരിക്കാൻ എത്രത്തോളം താല്പര്യം കോൺഗ്രസിലെ ചില നേതാക്കൾക്കുണ്ട് എന്നറിയാം. അതിനൊപ്പം തന്നെ ലോക്സഭാ മത്സരത്തിലേക്ക് ആർക്കൊക്കെ താല്പര്യമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയായി ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴും പട്ടിക പോലും പുറത്തുവിടാത്ത ഒരു സാഹചര്യം കൂടി കോൺഗ്രസിനുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഓരോരുത്തരായിട്ട് താല്പര്യമില്ലായ്മയൊക്കെ അറിയിച്ചു തുടങ്ങുന്നത്. ആ രീതിയിൽ തന്നെയാണ് വടകരയിലേക്ക് പോകാൻ തനിക്കും താല്പര്യമില്ല എന്ന് ഷാഫി പറമ്പിലും പറയുന്നത്. കോൺഗ്രസിനെ നേരത്തെ തന്നെ അതൃപ്തി അറിയിച്ചു എന്നാണ് അറിയുന്നത്. കോൺഗ്രസിന്റെ തീരുമാനത്തോട് ലീഗ് ഉൾപ്പെടെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിനുള്ളിൽ തന്നെ അതൃപ്തി പുകയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വടകരയിലേക്ക് മാറാൻ താല്പര്യമില്ല എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ട്. എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എങ്ങനെയാണ് ഷാഫി ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത്? നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ ഈ കാര്യം? അപ്രതീക്ഷിതമായാണ് കെ മുരളീധരൻ്റെ തൃശ്ശൂർ സ്ഥാനാർത്ഥിത്വം, അതുപോലെ തന്നെ ഷാഫി പറമ്പിലിൻ്റെ വടകര സ്ഥാനാർത്ഥിത്വം UDF-ൽ അത്തരത്തിലൊരു അനൗദ്യോഗിക തീരുമാനം പുറത്തു വരുന്നത്. എന്തായാലും ഷാഫി ഇക്കാര്യത്തിൽ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. വടകരയിൽ തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെ ഷാഫി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഷാഫിയുമായി ആശയവിനിമയം നടത്തിയെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഔദ്യോഗിക തീരുമാനം വരുന്ന മുറയ്ക്ക് മാത്രമേ നമുക്ക് ഷാഫി വടകരയിൽ സ്ഥാനാർത്ഥിയാവുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഷാഫിയുടെ വീടിൻ്റെ പരിസരത്ത് തന്നെയാണ് നമ്മളുണ്ട്. ഷാഫി ഇപ്പോഴും ഇത് സംബന്ധിച്ച് പ്രതികരിക്കാനൊന്നും തന്നെ തയ്യാറായിട്ടില്ല. എന്തായാലും ഔദ്യോഗിക തീരുമാനം വരുന്ന മുറയ്ക്കായിരിക്കും മറ്റു കാര്യങ്ങൾ. എന്തായാലും നമുക്കറിയാം പാലക്കാട് വലിയ വലിയ മത്സരം നടന്നതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതിലൂടെയാണ് ഷാഫി വളരെ താഴോട്ട് പോയ ഷാഫി പിന്നീട് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുന്ന അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ ജയിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ്. അത്രയും വലിയൊരു ഏറ്റുമുട്ടൽ നടന്ന സ്ഥലമാണ്. സ്വാഭാവികമായും ഇനി വടകര പോലുള്ളൊരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് തനിക്ക് അങ്ങനെയൊരു മാറാൻ ഇവിടെ നിന്ന് കഴിയില്ല എന്നുള്ള കാര്യം ഉൾപ്പെടെ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ നേതാക്കളെ അറിയിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഷാഫി അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക തീരുമാനം വരുന്നത് അല്ലാതെ ഒരു ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലോ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗിക തീരുമാനം വരുന്ന മുറയ്ക്ക് ഷാഫി പ്രതികരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഷാഫിയുടെ അടിച്ചേൽപ്പിക്കലിലേക്ക് കോൺഗ്രസ് കടക്കാനുള്ള സാധ്യതയുണ്ടോ? തന്നെയാണ്. അല്ല, ഷാഫിയെ പറഞ്ഞു മാറ്റുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് അടിച്ചേൽപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് ഉണ്ടാവില്ല. പക്ഷേ വളരെ നയപരമായി തന്നെയാണ് ഷാഫിയോട് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം കെ മുരളീധരൻ അവിടെ നിന്ന് വടകരയിൽ നിന്ന് മാറുകയാണെങ്കിൽ വളരെ ശക്തനായ വളരെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ UDF-ന് വേണം. പക്ഷേ അത് ഷാഫി പറമ്പിലൂടെ അത് നികത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗത്തിന് സംശയവുമുണ്ട്. ഈ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുക്കുമ്പോഴാണ് ഷാഫി അവിടെ എത്തുന്നതിനോട് ഷാഫിക്ക് തന്നെ താല്പര്യമില്ലാതെ ഷാഫിയെ നിർബന്ധിച്ച് അവിടെ അവരെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണമായും ഷാഫി ഇതിന് സമ്മതം പറഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. തൻ്റെ അതൃപ്തി കൃത്യമായി തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഔദ്യോഗിക തീരുമാനത്തിൽ ഷാഫി മാറുമോ അല്ലെങ്കിൽ ഷാഫി തന്നെയായിരിക്കുമോ വടകര സ്ഥാനാർത്ഥി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് അത്തരത്തിലുള്ള വാർത്തകൾ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, നന്ദി വിനേഷ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.